ന്യായവിധി ദിവസത്തിൽ നാം എന്തിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നതിനെ ആസ്പദമാക്കിയായിരുന്നല്ലോ. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നതും അതേ വാക്യത്തെ ആസ്പദമാക്കി അല്പം കൂടെ ന്യായവിധി ദിവസത്തിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന എന്തിനെല്ലാം ആണെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച അതേ വാക്യം തന്നെ ഇന്നും ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 36, 37 വാക്യങ്ങൾ. മത്തായി 12-ന്റെ 36, 37 വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യജീവിതം വാക്കുകളെ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ വാക്കുകൾ നമ്മുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. ദേഷ്യവും വൈരാഗ്യവും കടന്നു വരുമ്പോൾ നാം പുറപ്പെടുവിക്കുന്ന ശാപവാക്കുകളും മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുന്ന കഠിന വാക്കുകളുമൊക്കെ ഒരു വ്യക്തിയുടെ ആത്മീക നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത്. പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് സാധാരണ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ 1/5 സംസാരിപ്പാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ 1/5 അവൻ സംസാരിപ്പാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരു ദിവസം ഒരു വ്യക്തി സംസാരിക്കുന്ന വാക്കുകളെല്ലാം ശേഖരിച്ച് ടേപ്പ് ചെയ്ത് അപ്പാടെ ഒരു പുസ്തകമാക്കി അച്ചടിച്ചാൽ 50 പേജുള്ള ഒരു പുസ്തകം നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഒരു വ്യക്തി സംസാരിക്കുന്ന വാക്കുകൾ എല്ലാം ക്രോഡീകരിച്ച് പുസ്തകമാക്കിയാൽ 132 പുസ്തകങ്ങൾ നമുക്ക് പ്രസിദ്ധീകരിക്കുവാൻ സാധിക്കും. 60-70 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ആയുഷ്കാലം മുഴുവൻ പറയുന്ന വാക്കുകളൊക്കെ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച് പുസ്തകമാക്കിയാൽ 3000-ൽ പരം പുസ്തകങ്ങൾ നമുക്ക് പ്രസിദ്ധീകരിക്കുവാൻ സാധിക്കും. ശാസ്ത്രീയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് പുരുഷന്മാരെക്കാൾ സംസാരിക്കുവാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത് സ്ത്രീകളാണെന്നാണ്. പുരുഷന്മാർ അധികം സംസാരിപ്പാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുകൂടി വിശദമാക്കിയാൽ, സംസാരിക്കുന്ന കാര്യത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ കഴിവ് നൽകിയിരിക്കുന്നത് സ്ത്രീകൾക്കാണ്. എന്നെ കേൾക്കുന്ന സ്ത്രീജനങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്. ഞാൻ ചില പരമാർത്ഥങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ സംസാരിപ്പാനുള്ള കഴിവ് ദൈവം കൊടുത്തിരിക്കുന്ന സ്ത്രീകൾക്കാണ്. ഏത് പ്രശ്നങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കുവാനും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുവാനും സ്ത്രീകൾക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വാക്കുകളൊക്കെ ഒരുപക്ഷേ മനുഷ്യൻ്റെ നന്മയ്ക്ക് കാരണമായി തീരാം, ചിലപ്പോൾ അത് മനുഷ്യൻ്റെ തിന്മയ്ക്ക് കാരണമായി തീരാം. ചില ഭവനങ്ങളിൽ ഭർത്താക്കന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ അവൾ എപ്പോഴും വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഭർത്താക്കന്മാർ പറയുന്ന പരാതിയാണ്, സംസാരം തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. വാതോരാതെ മഴ പെയ്യുന്നത് പോലെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സംസാരിച്ച് അവളെ തോൽപ്പിക്കുവാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. ഇത് ചില പുരുഷന്മാർ പറയുന്ന പരാതിയാണ്. എന്നാൽ സ്ത്രീകൾ പറയുന്ന പരാതി എന്താണ്? ഇവിടുത്തെ മനുഷ്യരെ കൊണ്ട് തോറ്റു. എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും മൂങ്ങയെപ്പോലെ മൂളുകയാണ്. പലപ്പോഴും ചില പ്രത്യേക അവസരങ്ങളിൽ കല്യാണത്തിനും മറ്റും പോയിട്ട് വരുന്ന പുരുഷന്മാരുടെ സ്ത്രീകൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നത്തെ കല്യാണമൊക്കെ നന്നായിരുന്നോ? കല്യാണത്തിന് ബന്ധുക്കളെല്ലാവരും വന്നായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഊണൊക്കെ വളരെ നന്നായിരുന്നോ? നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും വന്നായിരുന്നോ? അപ്പം നോക്കിക്കേ, ഇവിടെയെല്ലാം പുരുഷൻ എന്താ ചെയ്യുന്നത്? മൂളുകയാണ്. കാരണം നമ്മൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ അവർ കൂടുതൽ സംസാരിക്കുന്നു, പുരുഷന്മാർ കുറച്ച് സംസാരിക്കുന്നു. ഇത് പുരുഷന്മാരുടെ കുറ്റം കൊണ്ടാണോ കുറച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ കുറ്റം കൊണ്ടാണോ കൂടുതൽ സംസാരിക്കുന്നത്? നമ്മളിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ദൈവം ഒരു സ്ത്രീക്ക് ഒരു ദിവസം സംസാരിപ്പാൻ കൊടുത്തിരിക്കുന്ന കഴിവ് 50,000 വാക്കുകൾ ആണെങ്കിൽ, ഒരു പുരുഷന് സംസാരിപ്പാൻ കൊടുത്തിരിക്കുന്ന കഴിവ് 25,000 വാക്കുകൾ സംസാരിക്കാനുള്ളതാണ്. സ്ത്രീകൾ 50,000 വാക്ക് ഒരു ദിവസം സംസാരിക്കുമെങ്കിൽ പുരുഷന്മാർ അതിൻ്റെ നേർപകുതി മാത്രമേ സംസാരിപ്പാനുള്ള കഴിവാണ് കൊടുത്തിരിക്കുന്നത്. പുരുഷന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ രാവിലെ ജോലിക്ക് പോകുന്നു, അവർ ബസ്സിൽ, ഓഫീസിൽ, അവരുടെ യാത്രയിലൊക്കെ വൈകുന്നേരം വരെ സംസാരിച്ച് അവസാനം വീട്ടിലെത്തുമ്പോഴേക്കും കക്ഷിയുടെ 25,000-ൻ്റെ കോട്ട അങ്ങ് തീരും. എന്നാൽ ഭവനത്തിലിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ചിന്തിച്ചാലോ, അവർ രാവിലെ തൊട്ട് വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും അയൽക്കാരോടും മറ്റും സംസാരിച്ച് അവരുടെ 25,000-ൻ്റെ കോട്ട തീരുന്നു. എന്നാൽ വൈകുന്നേരം പുരുഷൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീ അവളുടെ സംസാരം ആരംഭിക്കുന്നേ ഉള്ളൂ. കാരണം അവൾക്ക് 50,000 സംസാരിക്കാനുള്ള കഴിവാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കി 25,000 കിടക്കുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് എന്ത് ചോദിച്ചാലും സ്ത്രീകൾ പുരുഷന്മാർ എന്ത് ചെയ്യുന്നു? മൂങ്ങയെപ്പോലെ മൂളുകയാണ്. അപ്പോൾ പ്രശ്നം പുരുഷന്മാരുടേതാണോ അല്ലെങ്കിൽ സ്ത്രീകളുടേതാണോ? നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വാക്കുകൾ വെറും ജൽപ്പനങ്ങളായിട്ട് മാറരുത്. വളരെ ഗൗരവത്തോടു കൂടെ നമ്മുടെ വാക്കുകളെ നാം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ വാക്കുകളാൽ നാം നീതീകരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകളാൽ നാം കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരെ തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിയും. നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരെ ജീവിപ്പിക്കുവാൻ കഴിയും. നമുക്കറിയാം, ജർമ്മനിയുടെ ചാൻസലറായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ മാസ്മര ശക്തിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ജർമ്മനിയിലെ ജനലക്ഷങ്ങളെ വശീകരിക്കുകയും അവരുടെ ബൗദ്ധിക മണ്ഡലത്തെ സ്വാധീനിച്ച് അവരെ യുദ്ധത്തിൻ്റെ വഴിയിലൂടെ നടത്തുകയും ചെയ്തു. എങ്ങനെയാണ്? അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞ വാക്കുകളുടെ സ്വാധീനത്താൽ. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഒരു ആത്മകഥയുണ്ട്, മെയിൻ കാഫ് എന്നാണ് അതിൻ്റെ പേര്. ഈ ആത്മകഥ നമ്മളൊന്ന് വായിച്ചാൽ അതിലെ ഓരോ വാക്കുകളും ഒന്ന് എണ്ണി നോക്കിയാൽ അതിലെ ഓരോ വാക്കിനും അഡോൾഫ് ഹിറ്റ്ലർ മുഖാന്തരം യൂറോപ്പിൽ 125-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം സംസാരിച്ച വാക്കുകൾ വഴി തൻ്റെ രാജ്യത്തെയും ലോകത്തെ തന്നെ വഴിപിഴപ്പിക്കുകയും 2-ാം ലോകമഹായുദ്ധമെന്ന മാരകമായ യുദ്ധത്തിലേക്ക് ലോകത്തെ നയിക്കുവാനും സാധിച്ചു. വാക്കുകളുടെ നശീകരണ ശേഷി എത്രമാത്രം വലുതാണെന്ന് അറിയണമെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ജീവിതമൊന്ന് ശരിക്ക് പഠിച്ചാൽ മതി. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ തകർക്കാൻ കഴിയും, അതേസമയം നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ ജീവിപ്പിക്കുവാനും കഴിയും. ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ നേതാവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ 2-ാം ലോകമഹായുദ്ധകാലത്ത് 60 ലക്ഷം യഹൂദന്മാരെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊന്നൊടുക്കിയത്. അദ്ദേഹം ചുറ്റുമുള്ള രാജ്യങ്ങളെ ആക്രമിക്കുവാനായിട്ട് ആജ്ഞ പുറപ്പെടുവിച്ചു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളായ ഗ്രേറ്റ് ബ്രിട്ടൻ പോലും പേടിച്ച് വിറയ്ക്കുവാൻ തുടങ്ങി. ഗോലിയാത്തിനെ കണ്ട് പേടിച്ചരണ്ട ഇസ്രായേൽ സൈനിക നിരകളെപ്പോലെ യൂറോപ്യൻ രാജ്യങ്ങൾ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സൈനിക മുഷ്കിന് മുന്നിൽ പേടിച്ച് വിറയ്ക്കുവാൻ തുടങ്ങി. ഈ സമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പേടിച്ചരണ്ട് തങ്ങളുടെ വീടുകളിലായിരുന്ന ജനങ്ങളോട് റേഡിയോയിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുളിർ മഴയായി അവരുടെ ഹൃദയത്തിൽ പെയ്തിറങ്ങി. അവർ ആവേശം കൊണ്ട് തിളച്ചു മറിഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: 1000 വർഷം ഇനിയും കഴിഞ്ഞാലും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഈ തലമുറയെ ഓർക്കും. എന്താ കാരണം? നമ്മുടെ ധൈര്യം, നമ്മുടെ ത്യാഗം, അത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്ന് അവർ മനസ്സിലാക്കും. ഈ വാക്കുകൾ അവരിൽ വരുത്തിയ പരിവർത്തനം വളരെ വലുതായിരുന്നു. അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവർ സടകുടഞ്ഞെഴുന്നേറ്റു. ഫലമോ? അഡോൾഫ് ഹിറ്റ്ലർ പരാജയം ഏറ്റുവാങ്ങി ആത്മഹത്യ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതെ, നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ തകർക്കുവാൻ സാധിക്കും, അതുപോലെ നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ ജീവിപ്പിക്കുവാനും സാധിക്കും. നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളവയാണ്? അത് നാശം വിതയ്ക്കുന്ന വാക്കുകളാണോ, അതോ അത് ജീവൻ പകരുന്ന വാക്കുകളാണോ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു വലിയ പരമാർത്ഥം നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വലിയ പ്രവാചകനാണ്. ഈ പ്രവാചകൻ പോലും ദൈവത്തിൻ്റെ ദർശനം ലഭിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു പരമാർത്ഥമുണ്ട്. അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 6-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. അവരിൽ ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, ഇനിയുമുള്ളത് ശ്രദ്ധിക്കണം, അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. എന്താ കാരണം? ഞാൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് പറന്നെൻ്റെ അടുക്കൽ വന്നു എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചേക്കാം, യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വലിയ പ്രവാചകനാണ്. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ പ്രശ്നം എന്തായിരുന്നു? യെശയ്യാ പ്രവാചകൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പ്രവാചകൻ മനസ്സിലാക്കിയത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ ദർശനം ലഭിച്ചപ്പോൾ. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, എനിക്കയ്യോ കഷ്ടം, കാരണം ഞാൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നു. അപ്പോൾ പ്രവാചകൻ്റെ പോലും പ്രശ്നം ശുദ്ധിയില്ലാത്ത അധരങ്ങളായിരുന്നു. നമ്മുടെ പ്രശ്നം എന്താണ്? ശുദ്ധിയില്ലാത്ത അധരങ്ങളാണോ നമ്മുടെ പ്രശ്നം? ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ അടുത്ത കാലത്ത് ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാൻ്റെ ഒരു പുസ്തകം വായിക്കുവാനായിട്ടിടയായി തീർന്നു. ആ പുസ്തകത്തിൽ നിന്നും ഒരു പ്രത്യേകതരം പക്ഷിയെക്കുറിച്ച് വായിക്കുവാനായിട്ട് എനിക്കിടയായി തീർന്നു. അതായത് തെക്കൻ തുർക്കിയിലെ തോറാസ് പർവ്വതനിരകളിൽ വസിക്കുന്ന ഒരു തരം പക്ഷികൾ. ഈ പക്ഷിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചിറകടിച്ച് ഉയരുന്ന സമയം മുതൽ പറക്കുന്ന സമയം മുഴുവനും വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വല്ല പ്രശ്നവുമുണ്ടോ? ഈ പക്ഷികളുടെ ശത്രുക്കളായ കഴുകന്മാർ ഇവയെ പിടികൂടുന്നത് ഈ ദൂരവേ നിന്ന് ഇവയുടെ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ടാണ്. എന്നാൽ ഈ പക്ഷികളുടെ തന്നെ കൂട്ടത്തിൽ ബുദ്ധിമാന്മാരായ ചില പക്ഷികളുണ്ട്. തങ്ങളുടെ ജീവരക്ഷയെക്കുറിച്ച് കരുതലുള്ള ചില ബുദ്ധിമാന്മാരായ പക്ഷികൾ ഈ പക്ഷികളുടെ ഇടയിലുണ്ട്. അവ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അവ പറന്നുയരുന്നതിന് മുമ്പ് ഒരു ചെറിയ പാറക്കഷ്ണം കൊത്തി തങ്ങളുടെ ചുണ്ടുകളിൽ പിടിച്ചിരിക്കും. അങ്ങനെ ഈ പാറക്കഷ്ണവും പിടിച്ചുകൊണ്ട് പറക്കുന്ന പക്ഷിക്ക് ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനിതെന്താണ് പറഞ്ഞാണെന്നറിയാമോ? കേവലം ഒരു പക്ഷിക്ക് തൻ്റെ ജീവരക്ഷയെക്കുറിച്ച് ഇത്രമാത്രം കരുതലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏറിയ കുരുകലിനേക്കാളും വിശേഷതയുള്ള മനുഷ്യൻ തൻ്റെ വായിലെ വാക്കുകളെ എത്രമാത്രം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ വാക്കുകളാൽ നാം നീതീകരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകളാൽ നാം കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ നാം എങ്ങനെയുള്ള വാക്കുകളാണ് പറയേണ്ടുന്നത്? നമ്മുടെ വായിൽ നിന്ന് എങ്ങനെയുള്ള വാക്കുകൾ പുറപ്പെടണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നിർദ്ദേശം നൽകുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെ ആകാത്ത വാക്കുകളാണ് പുറപ്പെടാൻ പാടില്ലാത്തത്? തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എഫേസ്യർ 5:4. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. പിന്നെ എന്താകാം? സ്തോത്രമത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവയൊന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത്. പലപ്പോഴും സ്തോത്രം പറഞ്ഞാൽ ആളുകൾ നമ്മെ വേറെ ചില കൂട്ടത്തിലൊക്കെ ഉൾപ്പെടുത്തി കളയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം പറയണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ നീ സ്തോത്രം പറയുമ്പോൾ മറ്റുള്ളവർ നിന്നെ വേറെ കൂട്ടത്തിലൊക്കെ പെടുത്തിയാലും അത് കാര്യമാക്കണ്ട. വചനം പറയുന്നു, ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കുമൊന്നും അല്ല വായിൽ നിന്ന് വരേണ്ടത്, പിന്നെയോ സ്തോത്രമത്രേ. ഇന്ന് അനേകർക്കും
ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കൊക്കെ പറയാൻ വളരെ സന്തോഷമാണ്, പക്ഷേ സ്തോത്രം പറയാൻ വളരെ മടിയാണ്. വചനം പറയുന്നു, നിൻ്റെ വായിൽ നിന്ന് ആകാത്തതൊന്നും പുറപ്പെടരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളവയാണ്? ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കും തുടങ്ങിയ വാക്കുകൾ പറയുന്നവരാണോ നാം? അതോ നമ്മുടെ വായിൽ നിന്നും നല്ല വാക്കുകൾ പുറപ്പെടുവിക്കുന്നവരാണോ? ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ നാം ഒന്ന് ആത്മപരിശോധന നടത്തണം. നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമുള്ളതായിരിക്കട്ടെ. 141 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 141 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, യഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ. ദൈവത്തിന് സ്തോത്രം. എത്ര നല്ല പ്രാർത്ഥനയാണ്. യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ. നമ്മുടെ വായിൽ കിടക്കുന്ന നാക്ക് എന്ന് പറയുന്നത് അത് സ്ഫോടക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതല്ല, ഇരുമ്പ് കട്ടി കൊണ്ട് നിർമ്മിച്ചതല്ല, പിന്നെയോ അത് കേവലം ഒരു ചെറിയ മാംസപേശി കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷേ ഈ നാക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലിയതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ. ദൈവത്തിന് സ്തോത്രം. 19-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ഒരു വലിയ പ്രാർത്ഥന നമുക്കവിടെ കാണുവാൻ സാധിക്കും. 19-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും. അത് നാം അടിവരയിടണം. കാരണം എങ്ങനെയാണ് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന പ്രസാദകരമാകുന്നത്? എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും തന്നെയുമല്ല എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും നിനക്ക് വിശുദ്ധമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. എന്താ കാരണം? വചനം ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെങ്കിൽ നമ്മുടെ വാക്കുകൾ എത്ര സൂക്ഷ്മതയോടെ നാം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. നാം മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ച് കേട്ടു, യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ വാക്കുകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്കൊന്ന് ആത്മപരിശോധന നടത്താം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ഇപ്രകാരം ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ന്യായവിധി ദിവസത്തിൽ നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരെ നിൽക്കുവാൻ സാധിക്കണമെങ്കിൽ ഈ നാളുകളിൽ ഒരു വലിയ തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ന്യായവിധി ദിവസത്തിൽ നമ്മുടെ വാക്കുകൾക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് ഒക്കെ നാം പറയുന്ന വാക്കുകൾ എങ്ങനെയുള്ളവയാണ്? നാം നിയന്ത്രണമില്ലാതെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓർക്കുക, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ വാക്കുകൾക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ട വാക്യം മത്തായി 12:36-37 വാക്യങ്ങൾ. എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഇതാ സമർപ്പിക്കുന്നു. ഒരു പുതിയ വ്യക്തിയായി ജീവിക്കുവാൻ ഈ ദിവസം മുതൽ കർത്താവിനെ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വേണ്ടാത്ത പല വാക്കുകളും സംസാരിച്ചുള്ള വ്യക്തിയായിരിക്കാം, പലരെയും കുത്തി മുറിവേൽപ്പിച്ചുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ വാക്കുകൾ പലരെയും തകർത്തിട്ടുണ്ടായിരിക്കാം, പല ഭിന്നതകളും ഉണ്ടാക്കിയിരിക്കാം. എന്നാൽ ഇന്ന് ഈ നിമിഷം ഒരു പുതിയ തീരുമാനമെടുക്കുന്നുവെങ്കിൽ യേശു തമ്പുരാൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, ഒരു പുതിയ വ്യക്തിയാവാൻ നിങ്ങളെ സഹായിക്കും. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടൊരു പുതിയ സൃഷ്ടിയായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ.